അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഖത്തർ വുമൻസ് ക്ലബിന്റെ ഭാഗമായിട്ട് ഞാൻ സൂപ്പറാണ് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. എന്താണ് ശരിക്കും ഈ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ സെൽഫ് കെയർ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത്? നമ്മളെ തന്നെ ഒരു സന്തോഷത്തിന്റെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട്, അല്ലെ? മൾട്ടി ടാലന്റഡ് ആണ് മാഷാഅല്ലാഹ് ഇന്നത്തെ ലേഡീസ് എല്ലാവരും. സജീവമായിട്ട് വിദ്യാഭ്യാസ രംഗത്തും കായിക രംഗത്തൊക്കെ അവര് മുന്നോട്ട് പോകുമ്പോൾ എന്തൊരു സന്തോഷം. അവരുടേതായ ഒരു ടാലന്റ് എല്ലാ രീതിയിലും അവർ ഹാപ്പിനെസ് കണ്ടെത്തുമ്പോൾ ഒരു സമാധാനമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുപോയി മാത്രം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ. ഇന്ന് പുറത്തുപോയി മാത്രമല്ല, നമുക്ക് വീട്ടിൽ നിന്നും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും, അതുപോലെ പഠിക്കാനും പറ്റും. എല്ലാത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളുടെ മാഷാഅല്ലാഹ് നമ്മളുടെ ഫാദറിന്റെയും മദറിന്റെ ഒക്കെ പേരൻസിന്റെ ഒരു സപ്പോർട്ടും ഹസ്ബൻഡിന്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ധൈര്യത്തോടു കൂടി അൽഹംദുലില്ലാഹ് എനിക്കത് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി പ്രാർത്ഥിച്ച് എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും സക്സസ്സിൽ എത്താൻ പറ്റും. പിന്നെ ചിലവർ പറയും ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് അതിന് ഫലം കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മൾ എന്ന് പ്രാർത്ഥിച്ചത് ചിലപ്പോൾ നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ആ ഒരു ഫലം കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് അതിന് ആ ഒരു ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് അത് നമ്മൾ കാണാത്തത് ദൈവം കാണുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും, അല്ലെ? എന്നാലും ഈച്ച് ഡേ ഒരു ബ്ലെസ്സിങ് ഇല്ലാത്തവരെ ഈ ലോകത്ത് ഉണ്ടാവില്ല. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടെ മറ്റുള്ളവർക്കും ഇൻസ്പയർ ചെയ്ത് ചെയ്യാം. നമുക്ക് ഒരു ഡേ നമുക്ക് സക്സസ് ആവുന്നത് ഒരു സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുമ്പോൾ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ഈവൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പോലും ഒരാൾക്കൊരു സന്തോഷം നൽകുമ്പോൾ അതും ഒരു സമാധാനമല്ലേ? ഒരു 4 വർഷം മുമ്പാണ് അൽഹംദുലില്ലാഹ് ഞാൻ എന്റെ ലാലാസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ ലാലാന്ന്. എന്റെ ഫ്രണ്ട് ഷൈമ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് 5 ബോട്ടിൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇന്നൊരു സക്സസ്സിൽ എത്തിക്കാൻ ഒരുപാട് ഞാൻ പെയിൻ അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ അനുഭവിക്കുന്നത് ദൈവം മാത്രമേ കാണുന്നുള്ളൂ. മനസ്സിൽ നന്മ ഉള്ളവരെ ദൈവം എത്ര പരീക്ഷിച്ചാലും കൈവിടില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യമാണ് നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കുന്നത് അത് തന്നെ നിങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് പ്രയത്നിച്ച് മുന്നോട്ട് പോകാന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ ടീച്ചിങ് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ എഴുതുന്നത് ഇഷ്ടമാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്. ഇതിനൊക്കെ സമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സന്തോഷത്തിന് നമ്മൾ തന്നെ സമയം കണ്ടെത്തണ്ടേ? അത് നമുക്ക് ബേർഡനായി തോന്നൂല. എല്ലാവർക്കും അതൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ എന്റെ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷന് വേണ്ടി ഞാൻ എന്റേതായ ഇസ്ലാമിക് ക്ലാസ് എന്ന് മറ്റുള്ളവർക്കും മോട്ടിവേഷൻ ക്ലാസ്സസ് എടുക്കാറുണ്ട്. നമ്മൾ ഹാപ്പിനെസ് കിട്ടുമ്പോൾ നമ്മളുടെ ആ പോസിറ്റിവിറ്റി മറ്റുള്ളവർക്കും സ്പ്രെഡ് ചെയ്യുക. അതിന്റെ ഒരു സന്തോഷം വാക്കിലായാലും പ്രവൃത്തിയിലായാലും അതൊന്ന് വേറെ തന്നെ. അപ്പോൾ ഏതൊരു കാര്യമാണോ നിങ്ങളെ കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സപ്പോർട്ട് നിങ്ങളുടെ പേരൻസിന്റെ അടുത്ത് നിന്നൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വിജയത്തിലെത്തുക തന്നെ ചെയ്യും. എല്ലാവരും നന്മയോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോവുക, നല്ലൊരു മനസ്സോടുകൂടി. ഞാൻ വളരുമ്പോൾ മറ്റുള്ളവരും വളരട്ടെ എന്ന് ഞാൻ സന്തോഷിക്കും, മറ്റുള്ളവർ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലൈഫ് സക്സസ്സിൽ എത്തിക്കാൻ കഴിയുക തന്നെ ചെയ്യും. താങ്ക് യു.